ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഹേമ കമ്മിറ്റിയുടെ ഒരു തുടർച്ച എന്നോണം നമ്മുടെ രഞ്ജിനി ഹരിദാസ് വലിയൊരു സ്ഫോടനം കഴിഞ്ഞ ദിവസം നടത്തിയായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഉറപ്പായും ഒരു ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഒരു കമന്റ് അടിക്കാൻ ശ്രദ്ധിക്കുക. സോ രഞ്ജിനി ഹരിദാസ് കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ മറ്റൊന്നുമല്ലായിരുന്നു, ഉദ്ഘാടന സ്പെഷ്യലിസ്റ്റുകളെ കുറിച്ചായിരുന്നു. ഉദ്ഘാടന വേദികളിലും ഇതുപോലെയുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട്. പീഡനം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഉദ്ഘാടന സ്പെഷ്യലിസ്റ്റുകളായ ഈ നടിമാർ ഇതിനു വേണ്ടിയാണ് തയ്യാറെടുത്ത് തന്നെ നിൽക്കുന്നത്. സോ ഇതിനെ പീഡനമെന്ന് ഒരിക്കലും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. സോ മലയാള സിനിമയിലെ ഈ പറഞ്ഞ പ്രമുഖരായ ഈ മേലാളന്മാർ മാത്രമല്ല, നമ്മുടെ മലയാളക്കരയിലെ പ്രമുഖ വ്യവസായികളായ മേലാളിമാരും ഇത്തരം വിഷയത്തിൽ താല്പര്യമുള്ളവരാണ്. അത്തരക്കാരുടെ ചാബല്യങ്ങളാണ് ഈ ഉദ്ഘാടന സ്പെഷ്യലിസ്റ്റുകളെ വെച്ച് ഉദ്ഘാടനമായി നടത്തുന്നതെന്നാണ് രഞ്ജിനി പറഞ്ഞത്. അതിൽ വലിയൊരു വാസ്തവം ഉണ്ടായിരുന്നു, സത്യം തന്നെയാണ്. പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഉദ്ഘാടന സ്പെഷ്യലിസ്റ്റുകളായി മലയാളത്തിൽ ഇപ്പോൾ വിലസുന്ന ചില നടിമാരുടെ ഒരു ചാബല്യങ്ങൾ കണക്കിലെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവർക്ക് സിനിമകളൊന്നുമില്ല, ഇല്ല. ഇവർ ഉദ്ഘാടന സ്പെഷ്യലിസ്റ്റുകളായി മാറി കഴിഞ്ഞിരിക്കുന്നതാണ്. ഒരു 3-4 നടിമാരുണ്ട്. മാത്രമല്ല ഇവരുടെ ഒരു വസ്ത്രധാരണമൊക്കെ അക്സസറീസ് ആണ് ഇവർക്ക് കൂടുതലും. നമ്മൾ ഈ പുതിയ കാറൊക്കെ മേടിക്കുമ്പോഴത്തേന് അക്സസറീസ്, ഫ്രണ്ട് ബമ്പർ, അതുപോലെ തന്നെ ബാക്കിലൊക്കെ അക്സസറീസ് എക്സ്ട്രാ ഫിറ്റ് ചെയ്യും. ബാക്ക് ബമ്പറിനും ഫ്രണ്ട് ബമ്പറിനും ഒക്കെ. അത് കണക്ക് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അക്സസറീസ് പിടിപ്പിക്കുന്നത് ഈ കാറുകളിലൊന്നുമല്ല, ഈ പറഞ്ഞ പ്രമുഖ ഉദ്ഘാടന സ്പെഷ്യലിസ്റ്റുകളായ നടിമാരാണെന്നാണ് പ്രമുഖർ വിലയിരുത്തപ്പെടുന്നത്. സോ ഈ നടിമാർ രണ്ടും കൽപ്പിച്ച് ഈ പറഞ്ഞ മുതലാളിമാരെ ഒരുപക്ഷെ ആകർഷ്ടരാക്കാൻ വേണ്ടിയായിരിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം സ്വാഭാവികമായും മുതലാളിമാരാണ് ഒരു പുതിയ ഒരു കാർ കാണുമ്പോൾ ആ കാറൊന്ന് മേടിച്ചാൽ കൊള്ളാമെന്ന് മുതലാളിമാർക്ക് തോന്നും. ആ ഒരു രീതിയിൽ മുതലാളിമാർ അവരെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ആ രീതിയിൽ കുറച്ച് വരുമാനം ഉണ്ടാക്കാം. ഉദ്ഘാടനത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയൊരു ഏണിങ്സ് ഈ രീതിയിൽ കിട്ടാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. സോ ആ രീതിയിലും ഒരു അന്വേഷണം ആവശ്യമാണ്. ഉദ്ഘാടന സ്പെഷ്യലിസ്റ്റുകളായ നടിമാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നാളെ ഇവരൊക്കെ പരാതിയായിട്ട് വരുവാണെങ്കിൽ കേരളത്തിലെ പ്രമുഖരായ ജ്വല്ലറി, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് മുതലാളിമാരൊക്കെ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ഓർഗനൈസ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഈ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന, ഇപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞുള്ളൂ മഴവിൽ അവാർഡ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നവന്മാരുടെ ഓർഗൻ റേസ് ആകുന്നുണ്ടോ നടിമാരെ കാണുമ്പോൾ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. എനിവേ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രഞ്ജിനി അതിനുശേഷം മറ്റൊരു വലിയ വെളിപ്പെടുത്തലൂടെ നടത്തിയിരിക്കുകയാണ്. മലയാളത്തിലൊരു പ്രമുഖ നടൻ രഞ്ജിനിക്ക് നഗ്ന ഫോട്ടോ അയച്ചു കൊടുത്തെന്നുള്ളതാണ്. നമുക്കൊന്ന് കാണാം. എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട്, ഷർട്ടില്ലാത്തൊരു ഫോട്ടോ അയച്ചൊരു നടനുണ്ട്. പക്ഷെ എനിക്ക് ആ ഫോട്ടോ കാണിച്ചാൽ ഇപ്പൊ ഫോട്ടോ ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെ പറയും എന്തിനാ എനിക്ക് ഷർട്ടില്ലാതെ ഫോട്ടോ അയക്കുന്നത്? അതിന്റെ ഉദ്ദേശം എന്താ? എന്നിട്ട് എന്റെ അടുത്ത് പറയും സെൻഡ് പിക്ചേഴ്സ്. ഇത് എനിക്ക് പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനൊരു സിറ്റുവേഷനിൽ രഞ്ജിനിക്ക് ആ പേര് പറഞ്ഞൂടെ? ഇല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട്. എന്റെ പ്രൂഫ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് പ്രൂഫ് ടു ടോക്ക്. നാളെ നിങ്ങൾ അത് പറയും. സ്വാഭാവികമായിട്ടും രഞ്ജിനിക്ക് നഗ്ന ഫോട്ടോ അയച്ചു കൊടുത്ത നടനോട് നമുക്കൊരു പുച്ഛവും പരിഹാസവും ഒക്കെ തോന്നിയേക്കാം. ഇത്രയും ദാരിദ്ര്യവാസിയായ ഒരു നടൻ മലയാളത്തിൽ ഉണ്ടോ എന്ന് ഒരുപക്ഷെ നമ്മൾ സംശയിച്ചേക്കാം. എനിവേ രഞ്ജിനിയുടെ കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റ്, അതായത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇതണക്കുള്ള പരിപാടികൾ നടക്കുന്നുവെന്ന് ആധികാരികമായി രഞ്ജിനി പറഞ്ഞപ്പോൾ ഇതിന് വലിയ അക്സെപ്റ്റൻസ് ആയിരുന്നു. അതിന്റെ കമന്റ് ബോക്സിലൊക്കെ വലിയ അക്സെപ്റ്റൻസ് ആണ് രഞ്ജിനിക്ക് ലഭിച്ചത്. എന്നാൽ ഇത്തവണ രഞ്ജിനിക്ക് കുറച്ച് പണി പാളി. രഞ്ജിനി അങ്ങോട്ട് വലുതായിട്ട് ആൾക്കാർ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. രഞ്ജിനി പറയുന്നതിൽ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്നുള്ള രീതിയിലാണ് ആൾക്കാരുടെ ഒരു പെരുമാറ്റം, ആൾക്കാരുടെ ഒരു കമന്റുകൾ അങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ. ഇത്രയും ഗതികേടുള്ള നടന്മാരുമുണ്ടോ കേരളത്തിൽ എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന നടന്മാർ മലയാള സിനിമയിലുണ്ടോ? ഈ സ്ത്രീയോട് ചിത്രം ചോദിക്കാൻ എന്നാണ് മറ്റൊരാൾ ചോദിക്കുന്നത്. ആ നടനെ സമ്മതിക്കണം. ഹോ ദാരിദ്ര്യം, പാവം നടൻ, അങ്ങേര് മദ്യലഹരിയിലായിരുന്നിരിക്കാം ചിത്രം ചോദിച്ചത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം നേരത്തെ നമ്മുടെ രഞ്ജിത്ത് മദ്യലഹരിയിലായിരുന്നപ്പോൾ ഇതേപോലെ ചെറുക്കന്റെ ചിത്രം എടുത്തെന്നൊക്കെ പറഞ്ഞ് വിവാദം ഉണ്ടായത്. രഞ്ജിത്തിന് എനിവേ ഇപ്പോൾ നിലവിൽ രഞ്ജിത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. കസബ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തിന് 30 ദിവസത്തേക്ക് ജാമ്യം കിട്ടി. സോ ഇവിടെ 99% ആൾക്കാരും അടിച്ചിരിക്കുന്ന കമന്റ്, ഇങ്ങനെ ഒരാൾ ചെയ്ത് കാണാൻ വഴിയില്ല. രഞ്ജിനിയെ പോലെ ഒരാൾക്ക് നഗ്ന ചിത്രം അയച്ചു കൊടുക്കാൻ മാത്രം ഗതികേടുള്ള ഒരു നടൻ മലയാളത്തിൽ ഇല്ലെന്നാണ് പലരും പറയുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞ ഞരമ്പ് രോഗികളായ ചില വൃദ്ധ നടന്മാരായിരിക്കും അയച്ചു കൊടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കൊരാളെ സംശയമുണ്ട്. ഇടയ്ക്ക് വെച്ച് കുറച്ച് വിവാദങ്ങളൊക്കെ ആയി റോഡിൽ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ച ഒരു പ്രമുഖനാണ്. ആ വ്യക്തിക്ക് ഇതേപോലെ ഫോട്ടോ അയച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഇവിടെ രഞ്ജിനി പറയുന്നത് ഷർട്ടില്ലാത്ത ഫോട്ടോ അയച്ചു കൊടുത്തെന്നാണ്. ഭാഗ്യത്തിന് താഴോട്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഷർട്ടില്ലാത്ത ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണെന്ന് പറയുമ്പോൾ സ്റ്റെപ്പായിട്ട് ഓരോ ഡ്രസ്സുകൾ കുറച്ച് അവസാനം പൂർണ്ണ നഗ്നനാവുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ അയച്ചു കൊടുത്ത് തന്റെ ഈ പറയുന്ന യുദ്ധ സാമഗ്രികളൊക്കെ കാണിക്കാനുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ ആ നടൻ നടത്തിയത്. അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അയാളുടെ ഫോട്ടോ ആണ് അയച്ചു കൊടുത്തത്. സ്വന്തമായി അദ്ദേഹത്തിന്റെ ചാരിത്രം അദ്ദേഹം കളഞ്ഞു കുളിച്ചെന്നാണ് പറയുന്നത്. എനിവേ രഞ്ജിനി ഇവിടെ പറയുന്ന ബാക്കിയുള്ളതെന്ന് കേൾക്കാം. നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം വരുന്നതല്ല.
ഇത് രഞ്ജിനി ഹരിദാസിന് ഇത് പറയാം, റോങ് വിൻഡോ എന്ന് പറയാം. പക്ഷേ ഇപ്പൊ ഓഡിഷൻ കഴിഞ്ഞ പുതുതായിട്ട് എത്തുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 15-16 ഇയേഴ്സ് അവരൊക്കെ ഇതെങ്ങനെ പറയും? അവർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടുമോ? അതായത് അപർണ പറയുന്നത് രഞ്ജിനിയെ പോലുള്ള ഒരാൾക്ക് നോ പറയാനുള്ള ശേഷിയുണ്ട്, കാരണം എക്സ്പീരിയൻസ് ഉണ്ട്, അത്രയും സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള ഒരാളാണ്. സോ നോ പറയാനുള്ള ഒരു ശേഷിയുണ്ട്. എന്നാൽ പുതിയ കുട്ടികൾക്ക് അത് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ രഞ്ജിനി പറയുന്നുണ്ട് അപർണയ്ക്കും എനിക്കും ഒക്കെ ഒരു പക്ഷേ അങ്ങനെ നോ പറയാം, പക്ഷേ പുതിയ ആൾക്കാർക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ പുതിയതും പഴയതൊന്നുമില്ല. ഈ രഞ്ജിനിയും ഒരു കാലത്ത് പുതിയതായിരുന്നു, ഈ പറഞ്ഞ നടിമാരൊക്കെ പുതിയ ആൾക്കാരായിരുന്നു. അന്നും ഇന്നും ഈ ഒരു വിഷയത്തിൽ യുദ്ധസാമഗ്രികളുമായി തയ്യാറായി നിൽക്കുന്ന ഈ ഞരമ്പ് രോഗികളായ നടന്മാരുടെ എണ്ണത്തിൽ കുറവൊന്നുമല്ല, ഒരുപക്ഷെ കൂടുതലായിരുന്നിരിക്കാം. അല്ലാതെ ഇവർ പറയുന്ന കണക്ക് ഇത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു പെണ്ണുപിടിയന്മാരല്ല, ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ വിരാജിക്കുന്ന പെണ്ണുപിടിയന്മാർ തന്നെയാണ്. സോ രഞ്ജിനി വന്ന സമയത്തും ഈ മേഖലയിൽ ഇവർ ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള ലീലകൾ അന്നൊരു പക്ഷേ അവർ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നുണ്ടാവും. അതോ രഞ്ജിനി പറയുന്ന കണക്ക് 2018 ശേഷമാണ് ഈ പറഞ്ഞ നടന്മാർക്ക് എന്നാൽ നടികളുമായി, പ്രമുഖർക്ക് നടികളുമായി സെക്സ് ചെയ്ത് കളയാം, അതുവരെ അവർ മിണ്ടായിരിക്കുമല്ലോ, നല്ല കുടുംബം നയിച്ചുകൊണ്ട് നല്ല മിടുക്കന്മാരായിട്ട് പോയിരുന്ന ആൾക്കാരായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്നാൽ നടികളുമായി സെക്സ് ആയി കളയാന്ന് പറഞ്ഞ് ഒരു തീരുമാനത്തിലെത്തുകയും ഇപ്പം പുതുതായിട്ട് വരുന്ന നടികളെ പീഡിപ്പിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഇവർ എത്തപ്പെടുകയുമായിരുന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇവരൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. സോ ഇത്തരം ആൾക്കാർ അവരുടെ യുദ്ധസാമഗ്രികളുമായി അവർ എപ്പോഴും റെഡി ആയിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി വന്നെങ്കിൽ കൂടി നാളെയും അവർ രംഗത്തുണ്ട്. അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാവുന്ന നടികൾ അന്നും ഇന്നും എല്ലാ കാലവും ഉണ്ട്. സോ തങ്ങൾ വിശുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാൻ ചില അവസരങ്ങൾ കിട്ടാതിരുന്ന, ഈ പറഞ്ഞ രഞ്ജിനിയും സിനിമകളിലൊക്കെ അഭിനയിച്ചെന്ന് തോന്നുന്നു, 1-2 സിനിമകളിൽ അവസരങ്ങൾ കിട്ടാതിരുന്ന പല നടികളും ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വിശുദ്ധരായിരിക്കാം, നിങ്ങൾ ഒരു തെറ്റും ചെയ്ത് കാണത്തില്ല. എന്നാൽ ഇപ്പോഴുള്ള എല്ലാവരെയും ഒരുപോലെ ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്കാരെ ഒക്കെ ആക്ഷേപിക്കുന്നതിനോട് യോജിപ്പില്ല. എനിവേ രഞ്ജിനിക്ക് നഗ്ന ഫോട്ടോ അയച്ചു കൊടുത്ത് ആരാണെന്ന് അറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ആൾ ആരാണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അറിയുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇതിനോടൊപ്പം തന്നെ വലിയൊരു സന്തോഷ വാർത്ത, കാരണം ഒരാളുടെ നെഗറ്റീവ് മാത്രം നമ്മൾ പറയാൻ പാടില്ല, അയാളെ കുറിച്ചുള്ള സന്തോഷ വാർത്തകളും പറയണം. നമ്മുടെ സിദ്ദീഖാക്കിക്ക് ഏറ്റവും ഒടുവിൽ ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ 1 മാസമായിട്ട് അദ്ദേഹത്തിന് ശനിദശയായിരുന്നു. അതിനൊടുവിൽ അദ്ദേഹത്തിന് തെല്ലൊരു ആശ്വാസം, അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിരിക്കുന്നത്, മഴവിൽ അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച എന്റർടൈനർ ഇൻ നെഗറ്റീവ് റോൾ, ആ ഒരു കാറ്റഗറിയിലാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. സിദ്ദീഖാക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു അവാർഡ് കറക്റ്റ് സമയത്ത് കൊടുത്ത നമ്മുടെ മഴവിൽ ടീമിന് വലിയൊരു കയ്യടി തന്നെ കൊടുക്കാം. കാരണം അദ്ദേഹത്തിന് ഇത് അർഹിക്കുന്നു. ഏറ്റവും മികച്ച നെഗറ്റീവ് റോൾ ഈ കഴിഞ്ഞ വർഷം ചെയ്ത അദ്ദേഹം തന്നെയാണ്. ജീവിതത്തിലും സിനിമയിലും ഒരുപോലെ തന്നെ നെഗറ്റീവ് റോൾ ചെയ്ത് എന്റർടൈൻ ചെയ്തു. എന്നാൽ ഇദ്ദേഹത്തിന് അവാർഡ് കൊടുത്തു എന്നുള്ള ഈ ഒരു പോസ്റ്റിന് താഴെ വളരെ മോശമായാണ് ആൾക്കാർ പ്രതികരിച്ചിരിക്കുന്നത്. വലിയൊരു അംഗീകാരമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. എന്നാൽ കമന്റ് ബോക്സിൽ വിദഗ്ധർ വിലയിരുത്തുന്നത്, ഇത് കാണുന്ന സിദ്ദീഖ് ഉറിയിൽ ആടുന്നവന്റെ ഡാഷിൽ ആടുന്നോടാ നാറികളെ, സന്ദർഭം കൊള്ളാം, അവാർഡ് കൊടുക്കാൻ അതും നെഗറ്റീവ് റോൾ, മനോരമ എല്ലാം മനസ്സിൽ കണ്ട പോലെ, പറ്റിയ അവാർഡ് തന്നെ ഇക്കാക്കി കൊടുത്തല്ലോ, സന്തോഷമായി. സജീറിന്റെ മറ്റൊരു കമന്റ്, നോമിനീസ് ഇടവേള ബാബു, സിദ്ദീഖ്, ജയസൂര്യ, മുകേഷ് ഇവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് സിദ്ദീഖ് ഇക്ക മികച്ച എന്റർടൈനറായി മാറി. എന്റർടൈനർ, അതെ നക്കലും കാര്യങ്ങളുമായി മികച്ച എന്റർടൈനിങ് തന്നെയായിരുന്നു ഇക്ക കഴിഞ്ഞ വർഷം നടത്തിയത് എന്നാണ് മറ്റൊരാളുടെ കമന്റ്. എന്റർടൈനർ ഇൻ കോഴി ഇൻഡസ്ട്രി, കിങ് ഓഫ് കോഴി എന്നാണ് മറ്റൊരു പ്രേക്ഷകന്റെ ശ്രദ്ധേയമായ കമന്റ്. സിദ്ദീഖ് മസ്കറ്റ് ഹോട്ടൽ സ്റ്റാർ അവാർഡ് എന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ കമന്റ് അതിൽ വന്നിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ ഏറ്റവും ഒരു പെൺകുട്ടിയുടെ കമന്റാണ്, അതിനവർ കേസ് കൊടുത്തല്ലോ, പിന്നെ അവർക്ക് എന്ത് എന്റർടൈൻമെന്റ്. ആരോപണം ഉന്നയിച്ച നടികൾ കേസ് കൊടുത്തതല്ലേ, പിന്നെ അവർക്ക് എന്ത് എന്റർടൈൻമെന്റ് ആണ്? എന്റർടൈൻമെന്റ് ആണെങ്കിൽ അവർ കേസ് കൊടുക്കുമായിരുന്നു, പിന്നെ എന്തിനാണ് സിദ്ദീഖിന് എന്റർടൈൻമെന്റിനുള്ള അവാർഡ് കൊടുത്തതെന്നാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത്. സോ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എങ്ങനെയെങ്കിലും സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി പുറത്തേക്ക് വന്ന് ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഉദ്ഘാടനത്തിലോട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റേജ് ഷോയിലോട്ടൊക്കെ കാര്യങ്ങൾ പോയത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ തീർച്ചയായും ഉണ്ടായേക്കാം. അതിനിടയിൽ രഞ്ജിനിയെ പോലുള്ള മഹത് വ്യക്തികൾ ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അന്തസ്സായിട്ട്, പേര് പറഞ്ഞെങ്കിൽ പോലും ഈ അയച്ചു കൊടുത്തതിന് എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കുവാണെങ്കിൽ ഒരു അന്തസ്സുണ്ട്. രഞ്ജിനിയുടെ കയ്യിൽ തെളിവില്ല, ഒന്നുമില്ല. തന്റെ വാട്സപ്പിലോട്ട് അയച്ചെന്ന് പറയുന്നതിന് യാതൊരു തെളിവും രഞ്ജിനിയുടെ കയ്യിൽ ഇല്ല. അതാണ് തീരെ ആൾക്കാരെ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയാത്ത. എനിവേ രഞ്ജിനിക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത ആ ദാരിദ്ര്യവാസിയുടെ ഗതികെട്ട അവസ്ഥ ഒരാൾക്കും ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.